ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നവരത്ന കമ്പനി ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നോക്കുന്നത്. സോ അവർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് 13/3/2025 നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഇനി ഈ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 9/4/2025 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. സിറ്റുവേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്നത് പിടിച്ചിരിക്കുന്ന ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആണ്. അതായത് EAT എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ട്രെയിനി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിന് ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഏത് ഫീൽഡിലാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലായിരിക്കണം 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കുന്നത്. 8 പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനറൽ കാറ്റഗറിക്ക് 3 പോസ്റ്റ്, EWSന് 1 പോസ്റ്റ്, അതുപോലെ OBCക്ക് 1, SCക്ക് 1, STക്ക് 2 എന്നിവയാണ് വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പേ സ്കെയിൽ പറയുന്നുണ്ട് 24,500 സ്റ്റാർട്ടിംഗ് സാലറി, അല്ലാതുള്ള അലവൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ സി എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിൽ വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് SLC+ITI+1 ഇയർ അപ്രന്റീസ്ഷിപ്പ് ഉണ്ടായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ SLC+3 വർഷത്തെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണമെന്നും പറയുന്നുണ്ട്. അത് ഏത് ഫീൽഡിലാണെന്ന് ചോദിച്ചാൽ ഏത് ട്രേഡിലാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക് എന്ന് പറയുന്ന ഫീൽഡിലായിരിക്കണം. 21 പോസ്റ്റാണ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 8 വേക്കൻസി, EWSന് 3, അതുപോലെ തന്നെ OBCക്ക് 5, അതുപോലെ തന്നെ SCക്ക് 4, STക്ക് 1 എന്നിവയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 21,500 സ്റ്റാർട്ടിംഗ് സാലറി, അല്ലാതുള്ള അലവൻസും എല്ലാം കിട്ടുന്നുണ്ടെന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ BCom അല്ലെങ്കിൽ BBM ആയിരിക്കും. അതുപോലെ 3 ഇയേഴ്സ് കോഴ്സ് ആയിരിക്കണം ഇതെന്ന് പറയുന്നുണ്ട്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണം. ഇനി ഏത് ട്രേഡ് എന്ന് വെച്ചാൽ BCom അല്ലെങ്കിൽ BBA ആണെന്ന് പറഞ്ഞു. ഇനി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3 അത് ജനറൽ 1, OBCക്ക് 1, അതുപോലെ തന്നെ STക്ക് 1 എന്നിവയാണ് വിളിച്ചിരിക്കുന്നത്. ഇതും സ്റ്റാർട്ടിംഗ് സാലറി 21,500 അല്ലാതുള്ള അലവൻസ് എല്ലാം ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓർത്തിരിക്കുക, ഇതൊരു എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഇനിഷ്യൽ പീരീഡ് നിങ്ങൾക്ക് 6 മാസത്തെ ട്രെയിനിങ് ബാംഗ്ലൂർ വെച്ച് നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് സ്റ്റൈപ്പൻഡോടെയാണ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. അത് 24,000 ആയിരിക്കും പെർ മന്തിൽ ട്രെയിനിങ് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് കണക്കാക്കുകയാണെങ്കിൽ 28 വയസ്സ് വരെയാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ട്രെയിനിക്കും. അതുപോലെ ടെക്നീഷ്യൻ സിക്ക് 28 വയസ്സ്, ജൂനിയർ അസിസ്റ്റൻറ്റിന് 28 വയസ്സ്. ഏജ് ലിമിറ്റ് നോക്കുന്നത് 1/3/2025 ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് OBCക്ക് 3 വർഷം, SC/STക്ക് 5 വർഷം, അതേപോലെ തന്നെ PW. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് ഓർക്കുക, നിങ്ങൾ തെലങ്കാന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നിവർ പറയുന്നുണ്ട്. തെലങ്കാന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആയിരിക്കണം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അതുണ്ടെങ്കിൽ അങ്ങനെ തെലങ്കാന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം തെലങ്കാന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ ചെയ്തവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ എക്സാം സെലക്ഷനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് 150 മാർക്കിനായിരിക്കും റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. പിന്നെ പാർട്ട് 2 നിങ്ങൾ ഏതാണോ ടെക്നിക്കൽ ആ ടെക്നിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 50 മാർക്കായിരിക്കും. പിന്നെ ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 100 മാർക്കായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ എടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി, OBC, EWS കാറ്റഗറിക്ക് 250 രൂപയാണ്, പ്ലസ് GST വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ SC കാറ്റഗറിക്കാണെങ്കിൽ അതുപോലെ ST, PWD, എക്സ് സർവീസ്മെൻ കാറ്റഗറിക്ക് ഫീ പേയ്മെൻറ്റ് ഇല്ല എന്നിവിടെ പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് CBT മോഡലായിരിക്കും. അതിനുശേഷം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകളെ അവർക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ SC/ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. തഹസിൽദാർ അതിന് മുകളിലോട്ടുള്ള റാങ്കുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് വേണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ്
സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കാൻ എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ ഓർത്തിരിക്കുക, വാലിഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ കാർഡ് വേണം. ഇൻ തെലങ്കാനയിലെ വേണം എന്ന് ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക, 9/4/2025 ലാസ്റ്റ് ഡേറ്റ്. അപ്പം താമസിയാതെ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ഇതാണ് ലിങ്ക്. താങ്ക് യു.